A+2 സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ പരക്കെ ആക്ഷേപമുള്ള ഒരു വിഷയം സംബന്ധിച്ചാണ്. ഈ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും പല തരത്തിലുള്ള കേസുകൾക്ക് ആധാരമായിട്ടുണ്ട്. ഇത് വലിയൊരു തർക്ക വിഷയമായി പലയിടത്തും പൊന്തി വന്നിട്ടുമുണ്ട്. ധാരാളം പത്രവാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുമുണ്ട്. നേരത്തെയൊക്കെ ഈ മൊബൈൽ ടവർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ആ ഭയാശങ്കകളൊക്കെ തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എങ്കിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ പുതിയ ഒരു കരട് നയം വരുന്നുണ്ട്. അതായത് ഈ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരട് നയമാണ്. അത് പബ്ലിക്കിൻ്റെ, പൊതുജനങ്ങളുടെ ഒരു പരാതി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് 30 ദിവസത്തെ സമയം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. താല്പര്യമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പരാതികളോ അഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിൻ്റെ 30 ദിവസമേ സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. bit.ly/ROWRULES എന്ന അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതിൽ കൂടി നിങ്ങൾ നോക്കിയിട്ട് ആ സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ഒന്നാമതായി, ഇനി മൊബൈൽ ടവർ സ്ഥാപിക്കാനോ അതുപോലെ ടെലികോമിൻ്റെ വയറുകൾ, ലൈനുകൾ വലിക്കാനോ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ്റെ കൺസെൻറ്റ് അനിവാര്യമല്ല. നിങ്ങൾ കൊടുത്താലും ഇല്ല, കൊടുത്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ആനുപാതികമായ എമൗണ്ട് കിട്ടും. കൊടുത്തില്ലെങ്കിൽ ഏറ്റെടുക്കും, നിങ്ങൾക്കതിനുള്ള ആനുപാതികമായി വിഹിതം കിട്ടുകയും ചെയ്യും. പക്ഷേ മുമ്പ് കൺസെൻറ്റ് നിർബന്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ കൺസെൻറ്റ് വേണ്ട. അത് സ്വകാര്യ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാനായാലും നിങ്ങളുടെ കൺസെൻറ്റ് നിർബന്ധമല്ല, അനിവാര്യമായ സാഹചര്യം എന്നെടുത്തു പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്നില്ല, പക്ഷേ ആ ഭാഗത്തു കൂടി മൊബൈൽ ടവർ അല്ലെങ്കിൽ ലൈൻ ഉണ്ടായേ പറ്റൂ, അവിടെ മൊബൈൽ ടവർ സ്ഥാപിച്ചേ പറ്റൂ എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുക. അതേപോലെ മൊബൈൽ ലൈനുകൾ, ടെലികോം ലൈനുകൾ, ടവറിൻ്റെ ലൈനുകൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കൂടി തന്നെ വലിക്കണം എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമാണ്, ഒരു എസെൻഷ്യൽ ഫാക്ടറാണ് എങ്കിൽ അതിന് കളക്ടറുടെ അനുവാദം മതി. ഈ സ്വകാര്യ ടെലികോം കമ്പനികൾ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും കളക്ടർ അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനുവാദം കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ പുതിയ ടെലികോം വ്യവസ്ഥകൾ നിലവിൽ വന്നിട്ടുള്ളത്. അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ ടെലികോം കമ്പനികൾ നിങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തും. അവർക്ക് താല്പര്യമുള്ള ഭൂമി, അവിടെ ആ ഭൂമി ആവശ്യമാണ് എങ്കിൽ, അവിടെ മൊബൈൽ ടവർ സ്ഥാപിക്കാനോ ടെലികോം ലൈൻ വലിക്കാനോ നിങ്ങളുടെ ഭൂമി ആവശ്യമാണ് എങ്കിൽ ഈ സ്വകാര്യ ടെലികോം കമ്പനി ആയാലും സർക്കാരിൻ്റെ ടെലികോം കമ്പനി ആയാലും അവർ നിങ്ങളെ സമീപിക്കാം. ഇങ്ങനെ സമീപിച്ചാൽ നെഗോസിയേഷൻ നടത്തി, നെഗോസിയേഷൻ പൊളിഞ്ഞു പോയാൽ, അഥവാ അവർ തരുന്ന വാടക നിങ്ങൾക്ക് കൺവിൻസ്ഡ് അല്ലെങ്കിൽ, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, നിങ്ങൾ സാധാരണ കൊടുക്കില്ല എന്ന് പിന്തിരിയും. അപ്പോൾ ഇവർക്ക് നിലവിൽ വരാൻ പോകുന്ന ഒരു പോർട്ടലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ പോർട്ടൽ വഴി ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാം. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്താൽ അപേക്ഷാ തീയതി മുതൽ ഒരു 30 ഡേയ്സ്, 30 ദിവസത്തിനുള്ളിൽ ഉടമയ്ക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് തരും. അല്ലെങ്കിൽ ഈ ജില്ലാ കളക്ടർക്ക് വേണമെങ്കിൽ ഈ ടെലികോം കമ്പനിയുടെ അപേക്ഷ നിരസിക്കാം. അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമയ്ക്ക് അദ്ദേഹം ഒരു നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് എന്താണ്, ഹിയറിംഗ് ആണ്. നിങ്ങളെ കൂടെ നേരിട്ട് വിളിച്ച് ജില്ലാ കളക്ടർ കമ്പനിയുടെ ഉദ്യോഗസ്ഥനെയും നിങ്ങളെയും കൂടെ നേരിട്ട് കേൾക്കും. അങ്ങനെ നേരിട്ട് കേട്ടിട്ട് അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കും. ഇങ്ങനെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൂമി മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ടെലികോം ലൈൻ വലിക്കുന്നതിന് വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ഡേയ്സിനുള്ളിൽ ആക്ഷേപം
ബോധിപ്പിക്കാം എന്നാണ് നോട്ടീസ് തരുന്നത്. ഈ നോട്ടീസ് അഥവാ നിങ്ങളുടെ കൈവശം എത്തിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാലോ അല്ല എങ്കിൽ തപാലിൽ അയച്ചിട്ടും നിങ്ങൾ അത് കൈപ്പറ്റാതിരുന്നാലോ ഒരു പത്രത്തിൽ, ഒരു പ്രാദേശിക പത്രത്തിൽ ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും മറുപടി കിട്ടുകയാണെങ്കിൽ ആ മറുപടി കൂടി പരിഗണിച്ച് കളക്ടർ 60 ദിവസത്തിനകം ഒരു ഡിസിഷൻ എടുക്കും. നിങ്ങളെ മറുപടിയൊന്നും ഇല്ലെങ്കിലോ കളക്ടർക്ക് സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഈ തരത്തിൽ ആകുമ്പോൾ ഒന്ന് ഓർക്കുക, അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മൊബൈൽ കമ്പനികൾക്ക്, ഏത് മൊബൈൽ കമ്പനിയാണെങ്കിലും അവർക്ക് കളക്ടർ വഴി നിങ്ങളുടെ ഭൂമിയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാം, അതേപോലെ ടെലകോം ലൈൻ വലിക്കുകയും ചെയ്യാം. ഇതാണ് ഈ വരാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കരളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ നയം ഒരു പോളിസി ഡിസിഷൻ ആയി, ഗവൺമെൻറ് ഓർഡറായി വരും. അങ്ങനെ ഓർഡറായി വന്ന് കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാകുകയും ചെയ്യും. ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിച്ച വിവരങ്ങൾ. അതാണ് ഇപ്പോൾ നടന്ന ഒരു ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. രണ്ടാമത് ഒന്നും കൂടി പറയാം. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെലകോം ടവറോ, അതായത് മൊബൈൽ ടവറോ ഇല്ലെങ്കിൽ ഈ ടെലികോം ലൈനോ മാറ്റണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമ്പനി ഉടമയ്ക്ക് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ കമ്പനി അക്കാര്യത്തിൽ തീരുമാനം എടുത്ത് ഇത് നീക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം. അത് ഉറപ്പായിട്ടും 60 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്യുകയും വേണമെന്നുള്ളതാണ്. നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അതിനകത്ത് വീണ്ടും ഒരു നെഗോസിയേഷനിൽ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ, നിങ്ങൾ അതിനനുകൂലമായ മനോഭാവം ഇല്ല എങ്കിൽ 60 ദിവസത്തിനുള്ളിൽ ഈ ലൈൻ അവിടെ നിന്ന് മാറ്റുകയും വേണം. ലൈൻ മാത്രമല്ല, ടവർ ഉണ്ടെങ്കിൽ ടവറും മാറ്റുകയും വേണം. ഈ തീരുമാനവും കൂടി ഈ കരടിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്തായാലും ഇതുപോലുള്ള വിവരങ്ങൾ, നമ്മൾ അറിയേണ്ടതായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്നു ഈ ചാനൽ എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.